മീഡിയ വണ്ണിനെതിരായ സംപ്രേക്ഷണ വിലക്ക്, കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ സംപ്രേക്ഷണ വിലക്ക് സുപ്രീം കോടതി റദ്ദാക്കിയതിൻ്റെ, എടുത്തുകളഞ്ഞതിൻ്റെ 2ാം വാർഷികമാണ് ഇന്ന്. നമ്മൾ നേരത്തെ പലകുറി സംസാരിച്ചതാണ് ഈ വിഷയം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ചരിത്രത്തിൽ, മാധ്യമ ചരിത്രത്തിലൊക്കെ നിർണായകമായ ഒരു ഏടാണ് മീഡിയ വണ്ണിനെതിരായ വിലക്കും അത് സുപ്രീം കോടതി നീക്കിയതുമൊക്കെ. അപ്പോൾ ഈ മീഡിയ വണ്ണിനെതിരായ വിലക്ക് സുപ്രീം കോടതി നീക്കിക്കൊണ്ട് ആ വിധിന്യായത്തിൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടായിരുന്നു. അത് പിന്നീട് വലിയ തോതിൽ നമുക്ക് ഈ ജനാധിപത്യ മൂല്യങ്ങളൊക്കെ ധ്വംസിക്കപ്പെടുന്നു, മാധ്യമ സ്വാതന്ത്ര്യമാകെ ധ്വംസിക്കപ്പെടുന്ന ഒരു കാലത്ത് ഇരുട്ടിനിടയിലെ ഒരു നേരിയ കൈത്തിരി വെട്ടമായിരുന്നു മീഡിയ വൺ വിലക്ക് നീക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതിയുടെ വിധി. അപ്പോൾ ആ വിധി പുറത്തു വന്നതിന് ശേഷം, സംപ്രേക്ഷണ വിലക്കൊക്കെ നീങ്ങിയതിന് ശേഷം 2 വർഷം പിന്നിടുമ്പോൾ എന്താണ് രാജ്യത്തെ മാധ്യമ സ്വാതന്ത്ര്യ അവസ്ഥ എന്നുള്ളതും കൂടി അവസാനം ഒന്ന് സംസാരിക്കുകയാണ് നമ്മൾ. നിഷാദ്, ആ 2 വർഷത്തെ എങ്ങനെയാണ് ഈ സമയം ഓർക്കുന്നത്? അതിന് ശേഷമുള്ളൊരു കാലയളവിനെ എങ്ങനെ ഓർക്കുന്നു, ഈ വിധിക്ക് ശേഷമുള്ളൊരു കാലയളവ്? സൈഫു, നമ്മളെ ജോലി ചെയ്യുന്നൊരു സ്ഥാപനം ഒരു ദിവസം ഭരണകൂടം നിരോധിച്ച് കളയുക എന്ന് വെച്ചാൽ അത് വലിയ അങ്കലാപ്പുണ്ടാക്കുന്ന കാര്യമാണ്. ആ അങ്കലാപ്പ് അനുഭവിച്ചതിലൊരാളാണ് ഞാൻ. നമ്മളെല്ലാവരും അങ്കലാപ്പ് അനുഭവിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ മുന്നോട്ട് സഞ്ചരിക്കും. കാരണം നമ്മളൊരു ജനാധിപത്യ ബഹുസ്വര സമൂഹത്തിൽ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് സർക്കാരിന് ഹിതകരമല്ലെങ്കിൽ നിർത്തിക്കളയുമെന്ന ഒരവസ്ഥ, നമ്മളതിനെ മറ്റെവിടെയോ നടക്കുന്ന കാര്യങ്ങളെപ്പോലെ സംസാരിച്ചിരുന്നു ഒരു ദിവസം. പക്ഷേ ഒരു ദിവസം രാവിലെ നോക്കുമ്പോൾ നമ്മുടെ സ്ഥാപനം പൂട്ടിയിട്ട് നിങ്ങൾ പണിയെടുക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് നമുക്ക് കംഫർട്ട് സോണുകളൊന്നും ഇല്ല ഇവിടെ എന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ആ ഒരു ഞെട്ടലിനെ, ആ ഒരു പ്രയാസത്തെ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ, നമ്മൾ ഇൻ ടോട്ടൽ നമ്മുടെ സൊസൈറ്റി അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങളുടെ ഭാഗമാണിത്. നമ്മൾ ഫൈറ്റ് ചെയ്യല്ലാതെ, ജനാധിപത്യപരമായ മാർഗത്തിലൂടെ ഫൈറ്റ് ചെയ്യല്ലാതെ അതിജീവനത്തിന് സാധ്യതയില്ല, നിങ്ങൾക്ക് എങ്ങോട്ടെങ്കിലും ഓടി ഒളിക്കാനൊന്നും കഴിയില്ല എന്നെല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ ആ രാഷ്ട്രീയമായി നമ്മളെ ആ പാഠം പഠിപ്പിച്ചു എന്നാണ് എനിക്ക് തോന്നിയ ഒന്നാമത്തേതിൻ്റെ ഗുണഫലം. അതുകൊണ്ട് എല്ലാവരും അതിനെക്കുറിച്ച് അവെയറാണ്, എന്താണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് എന്ന കാര്യം എല്ലാവരുടെ ഹൃദയത്തിലും ഒന്ന് തൊട്ട സംഗതിയാണല്ലോ. അതായത് വേറെ നടക്കുന്ന കാര്യം പറയില്ല, എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്തുമാത്രം റിസ്ക്കിലാണ് നമ്മുടെ സൊസൈറ്റി ഉള്ളത് എന്ന് എല്ലാവർക്കും മനസ്സിലാവുകയും അതിനോട് ഏറ്റവും നല്ല മാർഗ്ഗത്തിൽ ഫൈറ്റ് ചെയ്യല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല എന്ന് എല്ലാവരും പഠിച്ചിട്ടുണ്ട്. അത് വലിയൊരു സംഗതിയായിട്ടാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. രണ്ടാമത്തെ ഒരു സംഗതി എന്ന് വെച്ചാൽ, ആ കേസിൽ വന്നിട്ടുള്ള സുപ്രീം കോടതി വിധിയാണ്. ഒരു ഐതിഹാസികം ഒന്നാണെങ്കിൽ വിളിക്കാവുന്ന ഒരു സുപ്രീം കോടതി വിധി. അതിൽ മാധ്യമം ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡിൻ്റെ കേസാണ്. ആ കേസിൽ അങ്ങനെ ഒരു വിധി വരുന്നതിൻ്റെ പ്രയോജനം ഇപ്പോൾ ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾക്കും ഇനി അങ്ങോട്ട് പ്രവർത്തിക്കാനിരിക്കുന്നതുമായ മാധ്യമങ്ങൾക്കാകെ തന്നെയും അവരുടെ പ്രവർത്തന വഴിയിൽ വെളിച്ചം നൽകുന്ന ഒന്നാണ്. കാരണം എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് എന്തിനേയും പൂട്ടിക്കളയാമെന്ന് പറയുന്ന സംഗതി നടക്കില്ല എന്ന് പരമോന്നത കോടതി പറയുകയാണ്. ആ കേസിൽ നമ്മൾ തോറ്റുപോകാൻ എന്താ സംഭവിക്കുക? ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. നമ്മൾ തോറ്റുപോയാൽ സംഭവിക്കുന്നത് ഗവൺമെൻറ് സ്റ്റേറ്റിന് ഒരു കാരണവും പറയാതെ എന്തും പൂട്ടാം. ഇപ്പോൾ ഇതിൻ്റെ എന്തിനാ പൂട്ടിയെന്നുള്ള ചോദ്യത്തിന് ഉത്തരവില്ലല്ലോ. നമ്മൾ സിംഗിൾ ബെഞ്ചിൽ, ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിലോ ഡിവിഷൻ ബെഞ്ചിലോ സുപ്രീം കോടതിയിലൊക്കെ എന്തിനാ പൂട്ടിയെന്ന് ചോദിക്കുമ്പോൾ അത് കക്ഷിയോട് പറയേണ്ട കാര്യമില്ലെന്നാണ് സർക്കാരിൻ്റെ നിലപാട്. അപ്പോൾ ഈ കേസിൽ നമ്മൾ തോറ്റുപോയിരുന്നു. എന്താ സംഭവിക്കുക വെച്ചാൽ എന്തും പൂട്ടാം. എന്തും പൂട്ടിയിട്ട് അപ്പോൾ എന്താ കാരണമെന്ന് ചോദിക്കുമ്പോൾ അത് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. എന്നാലേക്ക് എന്തിനേയും റദ്ദ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രീസിഡൻസ് ഇവിടെ സെറ്റ് ചെയ്യപ്പെട്ടേനെ. അപ്പോൾ ആ നിലയ്ക്ക് കൂടി നമ്മുടെ അഭിപ്രായം, നമ്മുടെ പ്രകാശനാവകാശം, ഇതിനെല്ലാം കൂടുതൽ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു വിധി വന്നു. അതായത് കാരണം പറയാതെ സ്റ്റേറ്റിനൊന്നും പൂട്ടാൻ കഴിയില്ല, അതിന് വ്യക്തമായ കാരണം ഉണ്ടാവണം. നിങ്ങൾ ഈ പറഞ്ഞ കാരണങ്ങളൊന്നും നിലനിൽക്കുന്നതല്ല എന്ന് കോടതി എടുത്തു പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് മാധ്യമങ്ങളുടെ മാത്രമല്ല, മീഡിയ എന്ന് പറഞ്ഞ ചാനലിൻ്റെ മാത്രമല്ല, സാധാരണ ഓരോ മനുഷ്യൻ്റെ അഭിപ്രായം പറയാനും സ്വന്തമായിട്ട് നിലപാട് പറയാനും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാനും ഉള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ. ആ സ്വാതന്ത്ര്യത്തെ ആകെ തന്നെ നിലനിർത്തുന്ന ഒരു വിധിയാണിത്. കാരണം അല്ലെങ്കിൽ സൈഫുദ്ദീൻ രാവിലെ ഒരു പോസ്റ്റ് ഇടുന്നു, ആ പോസ്റ്റ് രാഷ്ട്ര സുരക്ഷയ്ക്കെതിരാണ്, ഇവിടെ പറ്റില്ല. നിങ്ങളുടെ പ്രൊഫൈൽ രാഷ്ട്ര സുരക്ഷയ്ക്കെതിരാണ്, പൂട്ടുക എന്ന് പറഞ്ഞാൽ പൂട്ടുക, വേറെ ചോദ്യമൊന്നുമില്ല. അത് വിശദീകരിക്കേണ്ട കാര്യമില്ല എന്നൊരു കീഴ്വഴക്കം വന്ന എന്തായിരിക്കും സ്ഥിതി? അപ്പോൾ അതിനകത്ത് കോടതി ഭയങ്കര ചരിത്രപ്രധാനമായിട്ടുള്ളൊരു വിധി പറഞ്ഞ് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, മാധ്യമങ്ങൾക്കൊരു പേടി കുടുങ്ങിയിട്ടുണ്ട്. അതാണ് ഞാൻ സംഭവിച്ച ഒരു വിരുദ്ധ ഫലം. വിരുദ്ധ ഫലമല്ല, സർക്കാർ ഉദ്ദേശിച്ച ഒരു പക്ഷേ അതായിരിക്കും. എന്ന് വെച്ചാൽ എല്ലാവർക്കും ലൈസൻസ് ഉണ്ടെന്നും ആ ലൈസൻസ് പുതുക്കാൻ നിങ്ങൾക്ക് ഡൽഹിക്ക് വരേണ്ടി വരുമെന്നും, വരുമ്പോൾ നിങ്ങളുടെ കണ്ടൻറ്റ് ഞങ്ങൾക്ക് അത്ര പിടിക്കാത്തതാണെങ്കിൽ പണി കിട്ടുമെന്ന ഭയം പൊതുവിലുള്ള എല്ലാ മാധ്യമങ്ങൾക്കും. എനിക്ക് ആ നിലയ്ക്ക് മീഡിയ വൺ ഒരു ചെറിയ ടാർഗറ്റും മറ്റേത് ഒരു വലിയ ടാർഗറ്റ് എന്താണെന്ന് ചോദിച്ചാൽ രാജ്യമാകെയുള്ള മാധ്യമങ്ങളെ. ഇപ്പോൾ മീഡിയ വൺ പോലെ 100-150 ആളുകൾ ജോലി ചെയ്യുന്ന 10 വർഷത്തെ വലിയ പാരമ്പര്യമുള്ള, ഇതിനേക്കാൾ ഇപ്പോൾ അതിന് മുമ്പ് ഒരു വലിയ മീഡിയ ഹൗസിൻ്റെ ഒരു പാരമ്പര്യമുള്ള ഒരു സ്ഥാപനത്തെ പൂട്ടിക്കളയുക.
അതേക്കുറിച്ച് ചോദിക്കുമ്പോൾ അതൊന്നുമല്ല, രാഷ്ട്ര സുരക്ഷയാണ് പ്രധാനം, 1 മിനിറ്റ് പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന പേരിൽ പൂട്ടുക. അപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടില്ലേ, കാരണം ഇത്രയും വലിയ പാരമ്പര്യമുള്ളൊരു സ്ഥാപനത്തെ 1 മിനിറ്റ് കൊണ്ട് പൂട്ടുകയാണ്. അപ്പോൾ നമ്മൾ സൂക്ഷിക്കുന്ന നന്നാവുന്ന എല്ലാവർക്കും തോന്നുകയാണ്. അതിനുശേഷം നമ്മൾ ഇൻ ടോട്ടൽ മാധ്യമങ്ങളുടെ സമീപനം എടുത്ത് നോക്കുക, സർക്കാരുമായി ബന്ധപ്പെട്ട കവറേജിൻ്റെ സ്വഭാവം നോക്കുക, അതിലൊക്കെ നമുക്ക് ഈ പേടി കുടുങ്ങിയത് കാണാൻ കഴിയും. അപ്പോൾ ആ നിലയ്ക്ക് ഗവൺമെൻറ്റിന് അവരുടെ ലക്ഷ്യത്തിലേക്ക് ഒരു വഴിക്ക് സഞ്ചരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഒരു പൊളിറ്റിക്കൽ ക്ലാരിറ്റി എല്ലാവർക്കും തന്ന ഒരു ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ഒരു തൊഴിൽ കാലത്തെ ഒരു ഘട്ടമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്തുമാത്രം ക്രൈസിസിലാണ് നമ്മുടെ ഡെമോക്രസി ഉള്ളതെന്ന്, മാധ്യമ പ്രവർത്തനം ഉള്ളതെന്ന്. ഇപ്പോൾ റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് പറയുന്നത് പ്രകാരം ഓരോ വർഷവും നമ്മൾ 10 വെച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. 160 170 കണ്ടായി ഇപ്പോൾ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം, ആകെ 180 രാജ്യങ്ങളിൽ മാധ്യമങ്ങളുടെ പ്രവർത്തന സ്വാതന്ത്ര്യം. അപ്പോൾ ഒരു കാര്യമുള്ളത്, നമ്മൾ അത്രയും പൊളിറ്റിക്കൽ ക്ലാരിറ്റി ഉണ്ടാക്കി. രണ്ടാമത് മാധ്യമ പ്രവർത്തനം, അഭിപ്രായ സ്വാതന്ത്ര്യം പോലെയുള്ള വലിയ പടവുകൾ താണ്ടി വന്ന നമ്മുടെ രാജ്യത്തിൻ്റെ മഹിതമായ ചരിത്രത്തിൽ നമ്മളും ഒരു മുദ്ര ചാർത്തിയിട്ടുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ നാളെയുള്ള കേസുകളിലും ചർച്ചകളിലും എല്ലാം എടുത്ത് ഉദ്ധരിക്കുന്ന ഒരു കേസിൽ നമ്മൾ 100-300 തൊഴിലാളികളുടെ പോരാട്ടത്തിൻ്റെ ചരിത്രവും കൂടി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ്. കേവലമായൊരു നമ്മുടെ വിധി മാത്രമല്ല, അത് രാജ്യത്തിൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ടുള്ള വിധിയാണെന്നുള്ളൊരു സന്തോഷം അതിനകത്തുണ്ട്. പക്ഷേ ഈ സംഗതി ഭയം കുടുങ്ങിയിട്ടുണ്ടോ, അതുണ്ടാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് നാം നിരാശപ്പെടുത്തുന്ന ഒരു സംഗതിയായിട്ട് അതിനകത്ത് അവശേഷിക്കുന്നത്. ജിംസ്, നിഷാദ് മാധ്യമങ്ങളുടെ ഭയത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അന്ന് ഈ നിരോധന ഘട്ടത്തിൽ, ആ കാലയളവിൽ ഇതിൽ വളരെ ക്ലിയറായി ജനാധിപത്യ ധ്വംസനവും മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ നിരാസവും ഒക്കെ നടന്നിട്ടുണ്ട് എന്ന് ക്ലിയറായിട്ട് പോലും മീഡിയ വണ്ണിൻ്റെ കൂടെ നിൽക്കാൻ പേടിയുണ്ടായിരുന്ന മാധ്യമങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വിധി വന്നതിന് ശേഷം ആ ഒരു ഭയത്തിൻ്റെ കാര്യത്തിലോ ആറ്റിറ്റ്യൂഡിലോ ഒക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നോ? ഈ നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് വരുന്ന സമയത്ത് ഞാൻ ആലോചിക്കുമായിരുന്നു. അപ്പോൾ ഈ കേസിന് നമ്മൾ പോകുന്നു, ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നമ്മൾ നിരോധിക്കണം, 1 നിമിഷം പോലും പ്രവർത്തിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. നമ്മൾ അപ്പീൽ പോകുന്നു, ഡിവിഷൻ ബെഞ്ചിൽ പോകുന്നു. അപ്പോൾ ഈ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് എന്നോട് പലരും, ഒരുപാട് പേര്, പ്രേക്ഷകരുൾപ്പെടെ അങ്ങനെ പലരും എന്നോട് ഇങ്ങനെ ചോദിക്കും, ഇതെന്താവും വിധി. അപ്പോൾ ഞാൻ പിന്നീട് ഈ വിധിയൊക്കെ വന്നതിന് ശേഷം, നമ്മൾ വീണ്ടും പ്രവർത്തിക്കാൻ അനുവദിച്ച് നമുക്ക് അനുകൂല വിധി വന്നതിന് ശേഷം ഞാൻ തന്നെ ഇത് ഒന്ന് റിവ്യൂ ചെയ്ത് നോക്കുമ്പോൾ ഞാൻ ഭയങ്കര പോസിറ്റീവായിരുന്നു ആ സമയത്ത്. ഞാൻ എല്ലാവരും ഇത് കേസ് നമ്മൾ ജയിക്കും അല്ലേ, നിഷാദ് നന്നായിട്ട് അറിയാം. ഞാൻ എപ്പോഴും പറഞ്ഞിട്ട് ഈ ഒരു പോസിറ്റിവിറ്റി എനിക്ക് എങ്ങനെ വന്നത് എനിക്കറിയില്ല. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ഈ നിയമ പോരാട്ടം, എൻ്റെ ചെറുപ്പത്തിൽ ഈ നിയമ പോരാട്ടം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കും, എന്തോന്ന് പോരാട്ടം, ഏതോ വക്കീൽ ആരുടെയോ കേസ് കോടതി പോയി വാദിക്കുന്നു, അതിന് എന്തോന്ന് പോരാട്ടം എന്ന് വിചാരിച്ചു. പക്ഷെ അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് എനിക്ക് മനസ്സിലായത് ഈ കേസിലാണ്. നമ്മളൊന്നും ചെയ്യുന്നില്ല ആക്ച്വലി. നമ്മൾ നിയമപരമായിട്ട് നമ്മുടെ കമ്പനിയാണ് നടന്നത്, ഏതോ വക്കീലോടെ പോയി വാദിക്കുന്നു. പക്ഷെ നമ്മൾ മാനസികമായിട്ട് ആ ഒരു ബാറ്റിലാണ് എന്ന ഫീല് നമുക്ക് ആ 1.5 വർഷം ഉണ്ടായിരുന്നുള്ളതാണ്. എനിക്ക് ഈ നിയമ പോരാട്ടം എന്നുള്ളതിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലായത് അപ്പോഴാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നിഷാദ് ഇവിടെ പറഞ്ഞില്ല, ഒരു ചില്ലിങ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരാളെ തട്ടുന്നത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആകുമ്പോൾ അവർക്ക് കൊടുക്കുന്നൊരു മെസ്സേജുണ്ട്. ഇപ്പോൾ ഒരു ഹോളിലേക്ക് കുറേ തീവ്രവാദികൾ വന്നിട്ട് ഒരാളെ കഴുത്തിൽ കത്തി വെച്ചിട്ട് വച്ചിരിക്കും, മറ്റുള്ളവരെ സ്പൈൻ നട്ടലിൽ കൂടെ ഒരു വിറയിൽ പോകുമല്ലോ, അതിനാണ് ചില്ലിങ് എഫക്റ്റ് എന്ന് പറയുക. അതാണ് ഭരണകൂടം നമ്മൾ നിരോധിച്ചുകൊണ്ട് ഉദ്ദേശിച്ചത്. അത് വളരെ കൃത്യമായിട്ടുള്ള ആ മെസ്സേജ് എല്ലാവർക്കും പോയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഡോസ് നമ്മൾ നേരത്തെ കണ്ടാണ് 2019 നമ്മൾ ഏഷ്യാനെറ്റിനെ നിരോധിച്ചു, പിന്നീട് 2 ദിവസത്തേക്ക് നിരോധിച്ച് വീണ്ടും തിരികെ കൊണ്ടുവന്നതാണ്. അത് എന്തിനു വേണ്ടിയാണെന്ന് പറഞ്ഞാൽ ഡൽഹിയറായിട്ട് റിപ്പോർട്ട് ചെയ്തതിനാണ്. അപ്പോൾ അതൊരു മെസ്സേജാണ്, ഒരു ടോക്കൺ മെസ്സേജായിരുന്നു. അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എങ്ങനെയാണ് റൈറ്റുകൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നടക്കുന്ന റൈറ്റ് വിങ് നടത്തുന്ന കലാപങ്ങളെ എങ്ങനെ റിപ്പോർട്ട് ചെയ്യണമെന്നുള്ള കൃത്യമായ മെസ്സേജ് എല്ലാവർക്കും കൊടുത്തു. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ഏകപക്ഷീയമായൊരു കലാപം നടന്നാൽ പോലും അതെങ്ങനെ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള മെസ്സേജ് എല്ലാ മാധ്യമങ്ങൾക്കും അറിയാം. അത് ഏഷ്യാനെറ്റിനും മീഡിയ വണ്ണിനും മാത്രമല്ല മറ്റുള്ളവർക്കും കൊടുത്തൊരു മെസ്സേജാണ്. രണ്ടാമത്, നമ്മളെ നിരോധിക്കുമ്പോൾ ഈ കേസ് എല്ലാവരും വളരെ കൃത്യമായി ഫോളോ ചെയ്യുന്നുണ്ട്. എന്താണ് മീഡിയ വണ്ണിനെതിരായിട്ടുള്ള ആരോപണം എന്താണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അപ്പോൾ ഒരു ആരോപണവും ഇല്ല എന്നുള്ളത് ഡിവിഷൻ ബെഞ്ച് ചേർന്ന് സുപ്രീം കോടതിയിൽ എത്തിയപ്പോഴേക്കും മൊത്തം ആൾക്ക് മനസ്സിലായി, ഇവർക്കെതിരെ ഒരു ആരോപണമില്ല. പക്ഷേ ഈ കേസ് കൊണ്ട് എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇന്ത്യയിലെ മാധ്യമങ്ങൾക്കെല്ലാം മനസ്സിലായി. എങ്ങനെ പെരുമാറണം, എങ്ങനെ ഭരണകൂടത്തോടെ എങ്ങനെ പെരുമാറണം എന്ന മെസ്സേജാണ് ഈ കേസിലൂടെ നൽകുന്നത്. അല്ലാണ്ട് ഈ കേസ് സർക്കാർ ജയിക്കുകയില്ല എന്നുള്ളതല്ല, എന്തെങ്കിലും ആരോപണം കൊണ്ടുവരികയില്ല എന്നുള്ളതല്ല. എങ്ങനെ ഭരണകൂടത്തോടുള്ള സമീപനം മാധ്യമങ്ങൾ മാറ്റണം, അത് അവർ ഓൾറെഡി നാഷണൽ മീഡിയ എന്ന് പറയുന്നത് ഒരു എല്ലാവരും തന്നെ മാറിക്കഴിഞ്ഞു. നാഷണൽ ലെവലിൽ തന്നെ നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് വെബ് പോർട്ടലുകൾ മാത്രമാണ് എന്തെങ്കിലും സ്വതന്ത്ര ജേർണലിസം, ഇൻഡിപെൻഡൻറ്റ് ജേർണലിസം എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന കുറച്ച് വെബ് പോർട്ടലുകൾ മാത്രമാണ്. ബാക്കി ടെലിവിഷൻ ചാനലുകളും പത്രങ്ങളൊക്കെ പൂർണ്ണമായും ഭരണകൂടത്തിന് വിധേയപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെയും കേരളത്തിലാണ്
ഈ പ്രാദേശിക ഭാഷകളിലൊക്കെയാണ് എന്തെങ്കിലും കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ ആ രീതിയിൽ വരുന്നത്. അപ്പോൾ അത്തരം ചാനലുകൾ കൂടി അല്ലെ അത്തരം മാധ്യമങ്ങൾ കൂടിയുള്ളൊരു മെസ്സേജായിരുന്നു ഈ നൽകിയത്. അപ്പോൾ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സിന് കണക്ക് പറയാൻ നമ്മൾ 162-ലെത്തി, അടുത്ത പറഞ്ഞാൽ ചിലപ്പോൾ 172 ആവും. അപ്പോൾ മാധ്യമ സ്വാതന്ത്ര്യം ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാതെ തന്നെ സസ്പെൻഡ് ചെയ്യപ്പെട്ടൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ബുറുണ്ടിയേക്കാൾ, ഉഗാണ്ടയേക്കാൾ, റുവാണ്ടയേക്കാൾ താഴെയാണ്. ഒന്ന് മനസ്സിലാക്കണം. അപ്പോൾ അത്രയും മോശപ്പെട്ട മാധ്യമ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമായി നമ്മൾ മാറുക. ഏകാധിപത്യം നിലനിൽക്കുന്ന കുവൈറ്റിനേക്കാൾ, ഏകാധിപത്യം നിലനിൽക്കുന്ന സൗദി അറേബ്യയേക്കാൾ മോശമാണ് ഇന്ത്യ എന്ന് പറയുമ്പോൾ മാധ്യമ സ്വാതന്ത്ര്യത്തിൽ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു ജനാധിപത്യ, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ അവസ്ഥയാണ്. അപ്പോൾ ഇത് നമുക്ക് വേറൊരു അർത്ഥത്തിൽ അഭിമാനകരം കൂടിയാണ്. കാരണം നമ്മൾ ശബ്ദിക്കാതിരുന്നില്ല എന്നുള്ളതാണ്. ഈ 1.5 വർഷത്തെ നിരോധനത്തിൻ്റെ കാലത്തും നമ്മൾ ശബ്ദിക്കാതിരുന്നില്ല. അത് നമുക്ക് വളരെയധികം ആത്മസംതൃപ്തി നൽകുന്ന ഒന്നുണ്ട്. നമ്മളൊക്കെ റിട്ടയറായിട്ട് വയസ്സായിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ നമ്മുടെ കഴുത്തിന് പിടിച്ച് ചിരിക്കുമ്പോൾ നമ്മൾ ശബ്ദിച്ചുകൊണ്ടേയിരുന്നു എന്നെങ്കിലും പറയാം. നിങ്ങളുടെ മനുഷ്യ ജീവിതം കൊണ്ട് നിങ്ങൾ ഈ രാജ്യത്തിന് എന്ത് സംഭാവന ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ നമ്മളെ മൂടിക്കെട്ടാൻ ശ്രമിച്ചപ്പോഴും നമ്മൾ ഒച്ച വെച്ചുകൊണ്ടിരുന്നു നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും. അങ്ങനെ ഈ ജോലി നിങ്ങൾ ചെയ്തിട്ട് എന്ത് നേടി എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അഭിമാനം കൊള്ളാവുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഈ ദിവസം മീഡിയ വണ്ണിന് സ്പെഷ്യലാണ്, ഇന്ത്യൻ മാധ്യമ മേഖലയ്ക്ക് ആകെ സ്പെഷ്യലാണ്. അതിനപ്പുറം നാളെയും ഇനി വരാനുള്ളവർ ഭാവിയിലും ഇന്ത്യൻ മാധ്യമ മേഖലയ്ക്ക് നിർഭയമായി മാധ്യമപ്രവർത്തനം നടത്താനുള്ള ധൈര്യവും ഊർജ്ജവുമാണ്. ഔട്ട് ഓഫ് ഫോക്കസ് അവസാനിക്കുന്നു. നാളെ വീണ്ടും ഇരിക്കാം. നമസ്കാരം.